വാഴോട്ടുകോണം ബി.ജെ.പി കൗൺസിലറും കാപ്പ കേസ് പ്രതിയുമായ സുഗതനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് വൈകിട്ട് 5:30 വരെയാണ് കസ്റ്റഡി കാലാവധി. ആക്രമിച്ച ആയുധം കണ്ടെത്തണമെന്ന പോലീസിന്റെ ആവശ്യം പരിഗണിച്ചാണ് കസ്റ്റഡിയിൽ വിട്ടത്. തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കണം. കമലേഷ് ചേരുകയാണ്. കമലേഷ്, വിശദാംശങ്ങൾ. ഷമി, നിലവിൽ ഇന്ന് വൈകിട്ട് 5:30 വരെ ഈ ആർ സുഗതനെ, അതായത് ബി.ജെ.പിയുടെ കൗൺസിലറും കാപ്പ കേസ് പ്രതിയുമായ ആർ സുഗതനെ പോലീസിന്റെ കസ്റ്റഡിയിൽ വട്ടിയൂർക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 5:30-ന് അതിനുള്ളിൽ, ഈ ചുരുങ്ങിയ സമയം മാത്രമാണ് ഇനി പോലീസിന്റെ മുന്നിലുള്ളത്. അതിനുള്ളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ആയുധം കണ്ടെത്തേണ്ടതുണ്ട്. ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്തേണ്ടതുണ്ട്. ഈ വള്ളക്കടവ് ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരാളെ ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ആർ സുഗതനെതിരായ കേസ്. അതിലാണ് ഈ പ്രൊഡക്ഷൻ വാറണ്ട് കോടതി പുറപ്പെടുവിച്ചത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ കോടതിയിൽ ഹാജരാക്കിയത്. വിയ്യൂർ ജയിലിലായിരുന്നു കാപ്പ കേസ് ചുമത്തി വിയ്യൂർ ജയിലിൽ അടച്ചിരുന്ന സുഗതനെ ഇന്നലെ വൈകിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഇന്ന് രാവിലെ നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2-ൽ എത്തിക്കുകയും അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയത്. കസ്റ്റഡി ഇന്ന് വൈകിട്ട് 5:30 വരെയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിനു മുൻപ് ഈ ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധം ഉൾപ്പെടെ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുശേഷം 5:30 തിരികെ കോടതിയിൽ ഹാജരാക്കണം. അതിനുശേഷം ഒരുപക്ഷെ സുഗതന്റെ ജാമ്യാപേക്ഷ ഉൾപ്പെടെ പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ പോലീസ് സുഗതനെയും കൊണ്ട് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഈ വള്ളിക്കടവ് ക്ഷേത്രത്തിലേക്ക്, അവിടെയാണ് ഈ സംഭവം, ഈ പ്രശ്നമുണ്ടായിട്ടുള്ളത്. ഈ വധശ്രമം ഉൾപ്പെടെ നടന്നിട്ടുള്ളത് വള്ളക്കടവ് ക്ഷേത്രത്തിലാണ്. അവിടെ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ്. അവിടേക്ക് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തും. ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ ഉൾപ്പെടെ കണ്ടെത്താനാണ് പോലീസിന്റെ നീക്കം. ഷമി.